Good morning dear students. Welcome to today's online class. ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെയാണ് പോസ്റ്റിംഗ് നടത്തേണ്ടത്, ജേണൽ എൻട്രി എഴുതി കഴിഞ്ഞാൽ അത് ലെഡ്ജറിലേക്ക് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യേണ്ടത്, വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. എല്ലാ കുട്ടികൾക്കും തന്നെ അറിയാവുന്നതായിരിക്കും. +1 എല്ലാവരും തന്നെ പഠിച്ചിട്ടുള്ള വളരെ സില്ലി ആയിട്ട് തോന്നാവുന്ന ഭാഗമാണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർക്കെങ്കിലും അത് അറിയാത്തവരുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അറിയുന്നവർ പോലും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ക്ലാസ് തന്നെയാണ്. വളരെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സാണ്. പക്ഷെ അതിനു മുൻപ് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പറഞ്ഞു നിർത്തിയിട്ടുള്ള ഡിസ്കൗണ്ട്സ്, 2 ടൈപ്പുള്ള ഡിസ്കൗണ്ട് ഉണ്ട്. ഒന്ന് ട്രേഡ് ഡിസ്കൗണ്ടും ഉണ്ട്, ക്യാഷ് ഡിസ്കൗണ്ടും ഉണ്ട്. അതിൽ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ടാണ്. അത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല. അത് കൂടുതൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഒരു മോട്ടിവേഷന് വേണ്ടി കൊടുക്കുന്ന, ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കാൻ വേണ്ടി പർച്ചേസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ഡിസ്കൗണ്ടാണ്. അതുകൊണ്ടാണ് അതിനെ ട്രേഡ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് ഡിസ്കൗണ്ട് ക്യാഷ് ഡിസ്കൗണ്ടാണ്. അത് ക്യാഷ് പേയ്മെൻറ്റ് പ്രോംപ്റ്റ് ആക്കാൻ വേണ്ടി, ക്യാഷ് പേയ്മെൻറ്റ് സ്പീഡിയാക്കാൻ വേണ്ടി കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ്. അത് അക്കൗണ്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇത് ഒന്ന് എക്സാമ്പിൾ ചെയ്ത് കാണിക്കാൻ, ഒരു പ്രോബ്ലം എഴുതി കാണിക്കാൻ, ജേണൽ എൻട്രി എങ്ങനെ ജേണലൈസ് ചെയ്യുമെന്നുള്ളതൊന്ന് കാണിക്കണ്ടേ, അത് എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ. അത് നമുക്ക് പറയുന്നതിനേക്കാൾ നല്ലത് ഒരു എക്സാമ്പിൾ, ക്വസ്റ്റ്യനിൽ ടെക്സ്റ്റിൽ തന്നെ ഒരു എക്സാമ്പിൾ ഉണ്ട്. അത് നമുക്ക് എക്സാമ്പിൾ ചെയ്തിട്ട് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്കതിലേക്ക് പോകാം. പേജ് നമ്പർ 17 എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നാമത്തെ പോയിന്റ് ഞാൻ വായിക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രാകേഷ് for ₹10,000 at a trade discount of 10%. അപ്പോൾ 10,000 രൂപയുടെ പർച്ചേസ് രാകേഷിൻ്റെ കയ്യിൽ നിന്ന് നടത്തി. എത്ര ഡിസ്കൗണ്ടിലാണ്? 10% ട്രേഡ് ഡിസ്കൗണ്ട് ആണ് അല്ലേ. 10% ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ട്രേഡ് ഡിസ്കൗണ്ട് നമ്മുടെ ഇൻവോയ്സിൽ വരില്ല, ട്രേഡ് ഡിസ്കൗണ്ട് അക്കൗണ്ടിൽ വരില്ല. അപ്പോൾ 10,000ൻ്റെ 10% എന്ന് പറയുമ്പോൾ 1,000 ആണ് കുറയുന്നത് അല്ലേ. 1,000 റുപ്പീസ് കുറയുമ്പോൾ എങ്ങനെയാണ് വരിക? 9,000 റുപ്പീസ് ആണ് അക്കൗണ്ട് ചെയ്യപ്പെടുള്ളൂ. അപ്പോൾ ജേണൽ എൻട്രി എന്താ വരിക? ജേണൽ എൻട്രി വരുന്നത് ഇവിടെ പർച്ചേസ് ചെയ്യുന്ന ആരാണ്? പർച്ചേസ് ചെയ്യുന്നല്ല, രാകേഷിൻ്റെ കയ്യിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ജേണൽ എൻട്രി എങ്ങനെ വരും? ഒന്നാമത്തെ ജേണൽ എൻട്രി പർച്ചേസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ എത്ര രൂപയാണ്? 9,000 രൂപയെ വരുള്ളൂ. 9,000 ടു ആരിൽ നിന്ന് വാങ്ങുന്നത്? രാകേഷ്. ക്യാഷ് അല്ല, അപ്പം അതുകൊണ്ടാണ് പേരെഴുതുന്നത്. രാകേഷ് അക്കൗണ്ട് എത്രയാണ്? 9,000. രണ്ടാമത്തെ പോയിന്റ്, റിസീവ്ഡ് ക്യാഷ് ഫ്രം ജോൺ 18,500 ആൻഡ് അലൗഡ് ഹിം ഡിസ്കൗണ്ട് ₹1,500. ജോണിൻ്റെ കയ്യിൽ നിന്ന് 18,500 ക്യാഷ് കിട്ടി. രണ്ടാമത്തെയാണ് ഇത്, ഒന്നാമത്തെയാണ്. രണ്ടാമത്തെ കേസ്, ജോണിൻ്റെ കയ്യിൽ നിന്ന് 18,500 ക്യാഷ് കിട്ടി. 1,500 രൂപ ഡിസ്കൗണ്ടും അലൗ ചെയ്തു. നമ്മൾ ഡിസ്കൗണ്ട് ജോണിന് കൊടുത്തു അല്ലേ. അപ്പോൾ ഇവിടെ എത്രയാണ്? 20,000 തരാനുള്ളിടത്ത് ജോൺ എന്ത് തന്നു? 18,500 പൈസ തന്നു. നമ്മൾ ഡിസ്കൗണ്ടായിട്ട് എത്ര കൊടുക്കുകയും ചെയ്തു? ഡിസ്കൗണ്ടായിട്ട് അലോ ചെയ്ത് 1,500. അപ്പോൾ രണ്ടാമത്തെ ജേണൽ എൻട്രി എങ്ങനെ എഴുതാം? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ നമുക്ക് കിട്ടിയത് എത്രയാ? അത് ഡെബിറ്റ് ചെയ്യാം 18,000. ഇനി നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തു അല്ലേ. ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെറ്റർ എത്രയാണ്? 1,500. ടു ആരാണ് തന്നത്? പൈസ തന്ന ആരാ? ടു ജോൺസ് അക്കൗണ്ട്. ജോൺസ് അക്കൗണ്ടിൽ എത്ര എഴുതണം? 20,000 എഴുതണം. എന്താ കാരണം? 20,000 ആണ് ജോൺ തരാനുള്ളത്. അതിൽ 18,500 തന്നു. 1,500 രൂപ നമ്മൾ അലൗ ചെയ്തു. ഈ ഡിസ്കൗണ്ട് എന്താണ്? ഇത് ക്യാഷ് ഡിസ്കൗണ്ടാണ്, CD ആണ്. ഇതെന്താണ്? ഒന്നാമത്തെ കേസ് ട്രേഡ് ഡിസ്കൗണ്ടാണ്.
അപ്പോൾ ക്യാഷ് ഡിസ്കൗണ്ട് എവിടെ വരുന്നു? ബുക്സ് ഓഫ് അക്കൗണ്ടിൽ വരുന്നു. ട്രേഡ് ഡിസ്കൗണ്ട് എവിടെ വരുന്നില്ല? ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല. അടുത്തത് മൂന്നാമത്തെ കേസ്, പെയ്ഡ് ക്യാഷ് ടു സാം ₹9,500. തേർഡ് കേസാണ്. 9,500 രൂപ സാമിന് കൊടുത്തു. ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ് ഓഫ് ഹിസ് അക്കൗണ്ട് 10,000. 10,000 സെറ്റിൽമെൻറ്റ് ചെയ്യാൻ 9,500 കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു ബാലൻസിങ് ഫിഗർ വരുന്നുണ്ട്. എത്രയാണ്? 500. ഈ 500നെയാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇത് ഡിസ്കൗണ്ട് എന്താ? ഇത് ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ് അല്ലേ? ഡിസ്കൗണ്ട് നമുക്ക് കിട്ടിയതാണ് അല്ലേ? സാമിന് കൊടുക്കേണ്ടത് 10,000 രൂപയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? മൂന്നാമത്തെ പോയിന്റ്, സാംസ് അക്കൗണ്ട് ഡെറ്റർ. നമ്മുടെ കയ്യിൽ സാമിന് കൊടുക്കാനുള്ള എമൗണ്ട് എത്രയാണ്? 10,000 ആണ്. അതിൽ നമ്മൾ എത്ര കൊടുത്തു? ടു ക്യാഷ് എത്രയാണ്? 9,500. ടു ഡിസ്കൗണ്ട് റിസീവ്ഡ് അല്ലേ? നമുക്ക് കിട്ടുന്നതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ടു ഡിസ്കൗണ്ട് റിസീവ്ഡ് അക്കൗണ്ട് എത്രയാണ്? 500 അല്ലേ? 10,000 രൂപ സാമിന് കൊടുക്കാനുണ്ട്. അതിൽ ക്യാഷ് ആയിട്ട് കൊടുത്തു 9,500. ഫോർ ഫുൾ സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ 10,000 കൊടുക്കാനുള്ളതിന് 9,500 കൊടുത്തു. അപ്പോൾ ബാക്കിയുള്ള 500 എന്താ? ഡിസ്കൗണ്ടാണ്. നമുക്ക് കിട്ടുന്ന ഡിസ്കൗണ്ട് റിസീവ്ഡും നമ്മൾ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്താണ് നമ്മൾ പൈസ നമുക്ക് കിട്ടുമ്പോൾ അലൗ ചെയ്യുന്ന ഡിസ്കൗണ്ടിനെ ഡിസ്കൗണ്ട് അലൗഡ് എന്നും പറയുന്നു കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ലെഡ്ജറാണ്. ലെഡ്ജർ ഈസ് എ കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ് ഓർ സെറ്റ് ഓഫ് അക്കൗണ്ട്സ്. ഇറ്റ് ഈസ് ദ സെക്കൻഡറി ബുക്ക് ഓഫ് അക്കൗണ്ടിങ് ഓർ ഇറ്റ് ഈസ് ദ ഫൈനൽ ബുക്ക് ഓഫ് അക്കൗണ്ടിങ്. ലെഡ്ജർ എന്ന് പറയുന്ന അക്കൗണ്ടുകളുടെ ഒരു കൂട്ടമാണ്, ഒരു സെറ്റ് ഓഫ് അക്കൗണ്ട്സ് ആണ്, ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സ് ആണ്, കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ് ആണ്. സെക്കൻഡറി എൻട്രി ആണ്, സെക്കൻഡറി ബുക്കാണ് ലെഡ്ജർ. പ്രൈമറി ബുക്ക് നമുക്കറിയാം ജേണൽ ആണെന്ന് പറഞ്ഞു. ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ഇറ്റ് ഈസ് ജേണൽ. ആൻഡ് ബുക്സ് ഓഫ് ഫൈനൽ എൻട്രി ആയിട്ട് എന്തറിയപ്പെടുന്നു? ലെഡ്ജർ അറിയപ്പെടുന്നു. അപ്പോൾ ജേണലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജേണൽ എൻട്രി എഴുതി കഴിഞ്ഞാൽ പീരിയോഡിക്കലായിട്ട്, എല്ലാ ദിവസവും നമുക്ക് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല, പീരിയോഡിക്കലായിട്ട് ആ എൻട്രീസ് എവിടേക്ക് പോസ്റ്റ് ചെയ്യുന്നു? ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. ദെൻ പീരിയോഡിക്കലായിട്ട് ഇത് ബാലൻസ് ചെയ്യുന്നു. ഒരുപാട് ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുന്ന ബിസിനസ് സ്ഥാപനത്തിൽ ഓരോ മാസവും എന്ത് ചെയ്യുന്നു? ബാലൻസിങ് നടക്കുന്നു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ലെഡ്ജർ എന്നുള്ളതാണ്. അതാണിപ്പോൾ നമ്മൾ ലെഡ്ജർ എന്താണെന്ന് പറഞ്ഞത്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് പോസ്റ്റിംഗ്. ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ജേണൽ എൻട്രീസ് ഇൻ ടു ലെഡ്ജർ അക്കൗണ്ട്സ് ആർ നോൺ ആസ് പോസ്റ്റിംഗ്. ജേണൽ എൻട്രീസ് ലെഡ്ജർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെ നമുക്ക് പോസ്റ്റിംഗ് എന്ന് പറയാം. അപ്പോൾ എന്താ പോസ്റ്റിംഗ്? ജേണൽ എൻട്രീസ് ലെഡ്ജർ അക്കൗണ്ടിലേക്ക് എഴുതുന്നതിനെയാണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതും നമ്മൾ പഠിച്ചു. മൂന്നാമത്തെ ടേമാണ് ബാലൻസിങ്. ബാലൻസിങ് എന്ന് പറയുന്നത് ലെഡ്ജർ അക്കൗണ്ട് എഴുതി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു പീരിയോഡിക്കലായിട്ട് ഇത് ബാലൻസ് ചെയ്യും. ബാലൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് സൈഡാണ് കൂടുതലെന്നുണ്ടെങ്കിൽ ആ ടോട്ടൽ എഴുതുന്നു, അതിന് അപ്പുറത്തെ സൈഡിലേക്ക് ഇടുന്നു, എന്നിട്ട് അവിടെ ഉള്ള എമൗണ്ടുകൾ കൂട്ടി ആഡ് ചെയ്ത് എവിടെ നിന്ന് കുറയ്ക്കുന്നു? ടോട്ടലിൽ നിന്ന് കുറച്ച് എഴുതുന്നതിനെയാണ് ബാലൻസിങ് എന്ന് പറയുന്നത്. എന്തായാലും ഈ 3 ടേമുകളും നമുക്കധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്ത് അത് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ അതിലേക്ക് പോവാം. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. പേജ് നമ്പർ 18 ഇല്ലസ്ട്രേഷൻ 2 ആണ്, രണ്ടാമത്തെ ഇല്ലസ്ട്രേഷനാണ്. ഞാൻ വായിക്കാം, കുട്ടികൾ ശ്രദ്ധിക്കുക. ജേണലൈസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് കുമാർ ആൻഡ് പോസ്റ്റ് ദം ടു റെസ്പെക്റ്റീവ് ലെഡ്ജർ അക്കൗണ്ട്സ് ആൻഡ് ബാലൻസ് ദം അറ്റ് ദി എൻഡ് ഓഫ് ദി മന്ത്. അപ്പോൾ ജേണൽ എൻട്രി എഴുതണം, ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യണം, അത് ബാലൻസ് ചെയ്യണം. ഓരോ മാസവും കഴിഞ്ഞാൽ ബാലൻസ് ചെയ്യണം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. 2019 January 1st purchased goods from Tommy 24,000.
January 14th received cash on sale 16,000. January 21st paid cash to Tommy 7,000. January 25th purchased goods from Tommy 4,000. January 30th paid cash to Tommy 8,000. And January 31st returned goods to Tommy 2,000. നമുക്ക് ബോർഡിൽ പോവാം, ബോർഡിൽ വർക്ക് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ജേണൽ വരച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ലെഡ്ജർ അക്കൗണ്ട്സും വരച്ച് വെച്ചിട്ടുണ്ട്. ഈ ഇല്ലസ്ട്രേഷൻ 2ൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലെഡ്ജർ എന്താണെന്ന്, പോസ്റ്റിംഗ് എന്താണെന്നും ബാലൻസിങ് എന്താണെന്നൊക്കെ പറഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ ക്വസ്റ്റ്യനാണ്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു എക്സ്പ്ലനേഷൻ, ഇതിൻ്റെയൊക്കെ ഒരു എക്സാമ്പിൾ കൂടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പം അതൊക്കെ മനസ്സിലാക്കുന്ന രീതിയിലാണ് ഇത് പോസ്റ്റ് ചെയ്യേണ്ടത്. ഞാനിവിടെ ശരിക്കും പറഞ്ഞാൽ ജേണൽ എഴുതിയിട്ടാണ് ലെഡ്ജർ എഴുതുക എന്നുണ്ടെങ്കിൽ നമുക്ക് ബോർഡ് നല്ല എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാമായിരുന്നു, അല്ലെ കുറച്ചുകൂടി വലുതാക്കി നമുക്ക് എഴുതാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അത് കൃത്യമായിട്ട് നമുക്ക് ഓരോ എൻട്രി എഴുതുമ്പോഴും അത് പോസ്റ്റ് ചെയ്യുന്നതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കൃത്യമായിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ വളരെ ചെറുതാക്കി ഒരു ബോർഡിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കുട്ടികൾ +1 പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എങ്ങനെ ജേണൽ എൻട്രി എഴുതും, എങ്ങനെ ആ ജേണൽ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യും, എങ്ങനെയാണ് ബാലൻസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, പോസ്റ്റിംഗ് എന്താണ്, ഇതൊക്കെ നിങ്ങൾ +1 പഠിച്ചിട്ടുള്ളതാണെങ്കിൽ കൂടി നമുക്കത് ഒന്നുകൂടി ബ്രഷപ്പ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബോർഡിൽ എല്ലാം കൂടി ഉൾക്കൊള്ളിച്ച് ചെയ്യുന്നത്. എന്തായാലും ഞാൻ സമയം കളയുന്നില്ല. രണ്ടാമത്തെ ഇല്ലസ്ട്രേഷൻ എന്ന് പറയുന്നത് ജേണലൈസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്സ് ഓഫ് കുമാർ എന്നാണ്. അപ്പോൾ ഈ ജേണൽ എൻട്രിയുടെ മുകളിലും ലെഡ്ജറിൻ്റെ മുകളിലും ഇൻ ദ ബുക്സ് ഓഫ് കുമാർ എന്ന് എഴുതണം. ഞാനത് എഴുതിയിട്ടില്ല, സ്പേസിൻ്റെ കുറവ് കാരണം കൊണ്ട് അത് എഴുതണം. അത് അത്ര വലിയൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെഡിങ് ആണ്, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഓരോ ജേണൽ എൻട്രീസും വായിക്കാം. 2019 January 1st പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ടോമി. അപ്പോൾ ഞാനിവിടെ January 1 2019 ഡേറ്റ് എഴുതി. ദെൻ ജേണൽ എൻട്രി ഇതാണ്, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ടോമി. ടോമിയുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തു. അപ്പം നമുക്ക് ഗുഡ്സ് ആണ് വരുന്നത്. അപ്പം നമ്മൾ ജേണൽ എൻട്രി ഇങ്ങനെ എഴുതണം, പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ. എത്ര രൂപയുടെ എമൗണ്ട് ആണ്, ഗുഡ്സാണ്, 24,000 rupees ആണ്. അപ്പോൾ നമ്മളിവിടെ എഴുതി 24,000. ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്? ടോമി. അപ്പോൾ ഇവിടെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ടോമി എന്ന് പറയുമ്പോൾ അതൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ്, അല്ലെങ്കിൽ പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് മാത്രമേ പറയുള്ളൂ. ഫ്രം ടോമി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആരുടെ കയ്യിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ക്രെഡിറ്റ് പർച്ചേസസ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ടോമി എന്ന് പറയുന്നത് എത്ര രൂപയുടെ ഗുഡ്സാണ് വാങ്ങിയിട്ടുള്ളത്? 24,000. അപ്പോൾ നരേഷൻ ഞാൻ എഴുതുന്നില്ല, നരേഷൻ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. ക്രെഡിറ്റ് പർച്ചേസസ് മെയ്ഡ് എന്ന് എഴുതാം, അല്ലെങ്കിൽ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ടോമി എന്ന് വേണമെങ്കിൽ എഴുതാം. അതുകൊണ്ടാണ് നരേഷൻ എഴുതാത്ത, സെയിം പോയിന്റ് നമുക്ക് എഴുതാൻ പറ്റുന്ന കാരണം കൊണ്ടാണ്. ഇനി ജേണലൈസ് ചെയ്തു. ഇനി ഇതെങ്ങനെ പോസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. പോസ്റ്റ് ചെയ്യുമ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിവിടെ 2 അക്കൗണ്ടുകളാണുള്ളത്, 2 എഫക്റ്റഡ് അക്കൗണ്ടുകളാണുള്ളത്. ഒന്ന് പർച്ചേസസ് അക്കൗണ്ടും മറ്റൊന്ന് ടോമീസ് അക്കൗണ്ടും. അപ്പോൾ ആദ്യം പർച്ചേസസ് അക്കൗണ്ട് എങ്ങനെ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, പർച്ചേസസ് അക്കൗണ്ട് എടുക്കുക. ആ പർച്ചേസസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യുക, 2, അതിനാണ് ഇവിടെ 2 കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഡെബിറ്റ് ചെയ്യേണ്ടടത്താണ് 2. ഇവിടെ ഒരു ബൈ ഉണ്ട്, ബൈ എന്ന് പറഞ്ഞ് ഇവിടെ എഴുതുന്നുണ്ട്, പക്ഷെ നമ്മളത് എഴുതാറില്ല എന്ന് മാത്രം. അവിടെ ബൈ ഉണ്ടെന്നാണ് സങ്കല്പിക്കേണ്ടത്.
അപ്പോൾ പർച്ചേസസ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ആ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ടു ടോമി. അപ്പോൾ ഇതാണ് പർച്ചേസസ് അക്കൗണ്ട് അല്ലേ? അപ്പോൾ അവിടെ ഞാൻ ജാനുവരി 1 അപ്പോൾ 1/19 എന്ന് എഴുതുന്നുണ്ട്. അതിൽ പർച്ചേസ് അക്കൗണ്ടിൽ ടു എന്താണ്? ടോമി. എമൗണ്ട് എത്രയാണ്? 24,000. ഇനി ടോമിയുടെ അക്കൗണ്ട് എടുക്കുക. ടോമിയുടെ അക്കൗണ്ടിൽ ബൈ പർച്ചേസസ്. അപ്പോൾ അവിടെയും 1/19 എന്താണ്? ബൈ പർച്ചേസസ് എത്രയാണ്? 24,000. അപ്പോൾ എൻട്രിയുടെ പോസ്റ്റിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ഞാൻ ഒന്നുകൂടി ട്രാൻസാക്ഷൻ വായിക്കാം. 2019 January 1st പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ടോമി ₹24,000. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ടോമി എന്ന് പറയുമ്പോൾ അവിടെ 2 അക്കൗണ്ടുകളാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന് പർച്ചേസ്ഡ് ഗുഡ്സ് ആണ്. അപ്പോൾ അത് ഗുഡ്സ് ആണ്. ഗുഡ്സിന് നമ്മൾ പല സാഹചര്യങ്ങളിൽ പല പേര് പറയുന്നു. ഇവിടെ വാങ്ങുന്ന സമയത്ത് നമ്മൾ അതിനെ പർച്ചേസ് എന്ന് പറയുന്നു. സെയിൽസ് നടത്തുന്ന സമയത്ത് ഗുഡ്സിനെ സെയിൽസ് എന്ന് പറയുന്നു. വെറുതെ സ്ഥാപനത്തിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന സമയത്ത് അതിനെ സ്റ്റോക്ക് എന്ന് പറയുന്നു. എന്തായാലും അത് എന്ത് തന്നെയാണ്? ഗുഡ്സാണ്. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റാണ്. മറ്റൊരു ഐറ്റം എന്താണ്? മറ്റൊരു വ്യക്തിയുടെ പേരാണ്, പേഴ്സണൽ അക്കൗണ്ടാണ് അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം അസറ്റ് അക്കൗണ്ടിൻ്റെ കാര്യം നോക്കാം. അസറ്റ് അക്കൗണ്ടിൻ്റെ റൂൾ എന്താണ്? റിയൽ അക്കൗണ്ടിലാണ് വരിക അസറ്റ്. അതിൻ്റെ റൂൾ എന്താണ്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. എന്താണ് വരുന്നത് അതിനെ ഡെബിറ്റ് ചെയ്യുക, പോകുന്നതിനെ ക്രെഡിറ്റ് ചെയ്യുക. ഇവിടെ വരികയാണ് ചെയ്യുന്നത്, ഗുഡ്സ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗുഡ്സിനെ നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. ഗുഡ്സ് ഇവിടെ എന്താണ്? വാങ്ങുന്ന കാരണം കൊണ്ട് തന്നെ അതിനെ പർച്ചേസസ് എന്ന് പറയാം. അടുത്തത് ഒരു വ്യക്തിയുടെ പേരിലുള്ള അക്കൗണ്ടാണ്, ടോമിയുടെ പേരിലുള്ള അക്കൗണ്ടാണ്. ടോമിയുടെ പേരിലുള്ള പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താണ്? ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ അല്ലേ? നമുക്ക് തരുന്നതാരാ? ഗുഡ്സ് തരുന്നതാരാ? ടോമിയാണ്. അതുകൊണ്ടാണ് ടോമിയെ ക്രെഡിറ്റ് ചെയ്തത്. ഇനി പോസ്റ്റിംഗ്. പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് ഓഫ് ജേർണൽ എൻട്രി പോസ്റ്റഡ് ഓർ ട്രാൻസ്ഫേർഡ് ടു ലെഡ്ജർ അക്കൗണ്ട്സ് ഈസ് നോൺ ആസ് എന്താണ്? പോസ്റ്റിംഗ്. ജേർണലൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ജേർണൽ എൻട്രി ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ അതിലേക്ക് എഴുതുന്നതിനെയാണ് എന്തായിട്ട് പറയുന്നത്? പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി പോസ്റ്റിംഗ് എങ്ങനെ പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ ഒന്നുകൂടി പറയാം. നമ്മൾ ആദ്യം തന്നെ ജേർണൽ എൻട്രിയുടെ ഡെബിറ്റ് അക്കൗണ്ട് എടുക്കുക. ഡെബിറ്റ് അക്കൗണ്ട് എന്താ? പർച്ചേസസ്. ഞാനിവിടെ 4 അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. പർച്ചേസ് വരച്ചിട്ടുണ്ട്, ടോമീസ് അക്കൗണ്ട് വരച്ചിട്ടുണ്ട്, ക്യാഷ് അക്കൗണ്ട് വരച്ചിട്ടുണ്ട്, സെയിൽസ് അക്കൗണ്ട് വരച്ചിട്ടുണ്ട്, പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? പർച്ചേസസ് അക്കൗണ്ട് എടുക്കുക. അവിടെ ടു ടോമി. അപ്പോൾ ഇവിടെ ഈ ലെഡ്ജർ അക്കൗണ്ടിന് 2 സൈഡാണുള്ളത്. ഒരു ഡെബിറ്റ് സൈഡും ഒരു ക്രെഡിറ്റ് സൈഡും. ഡെബിറ്റ് സൈഡിലും 1, 2, 3 കോളം, ക്രെഡിറ്റ് സൈഡിലും 1, 2, 3 കോളം അല്ലേ? ഇവിടെ ഒരു കോളം കൂടി ഉണ്ട് കേട്ടോ. 4 കോളം ഉണ്ട്, ശരിക്കും 8 കോളമാണ് വരിക. ഇത് മറ്റേ ജേർണൽ ഫോളിയോ എന്ന് പറഞ്ഞ കോളം കൂടി ഉണ്ട്. ജേർണലിൻ്റെ നമ്പർ എഴുതാനുള്ള ഇവിടെ LF എഴുതുന്ന പോലെ അവിടെ ഒരു കോളം കൂടി ഉണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് അതിൻ്റെ വലിയ ആവശ്യമില്ലാത്ത കാരണം ഞാനത് ഒഴിവാക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 സൈഡിലും 4 കോളംസ് വീതമുള്ള ഒരു T ഷേപ്പ് അക്കൗണ്ടാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. ഈ ഡെബിറ്റിൽ എഴുതുമ്പോൾ എല്ലാം എഴുതുമ്പോൾ നമ്മൾ 2 എന്ന് അഫിക്സ് ചെയ്തിട്ടാണ്, പ്രീഫിക്സ് ചെയ്തിട്ടാണ് എഴുതുക. 2 എന്ന് പ്രീഫിക്സ് ചെയ്തിട്ട് എഴുതുന്നു. ഇവിടെ ഈ ക്രെഡിറ്റ് സൈഡ്, ഇതാണ് ക്രെഡിറ്റ് സൈഡ്. ക്രെഡിറ്റ് സൈഡിൽ എഴുതുമ്പോൾ നമ്മൾ ബൈ എന്ന് പ്രീഫിക്സ് ചെയ്തിട്ടാണ് എഴുതുന്നത്. നിർബന്ധമൊന്നുമില്ല, അങ്ങനെ എഴുതുന്ന യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ സാധാരണ യൂഷ്വലി നമ്മൾ പഠിക്കുന്ന ആദ്യമായിട്ട് പോസ്റ്റിംഗ് പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് പറയുന്നു, ഡെബിറ്റ് സൈഡിൽ 2 എന്ന് പ്രീഫിക്സ് ചെയ്ത് എഴുതുന്നു, ക്രെഡിറ്റ് സൈഡിൽ ബൈ എന്ന് അതുകൊണ്ടാണ് ഇവിടെ ബൈ എഴുതിയത് കേട്ടോ, ഇവിടെ 2 എഴുതിയത്. ഇങ്ങനെയാണ് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുക. ഇനി പോസ്റ്റിംഗ് നടത്തുന്നത് എങ്ങനെയാണ്? ഒരു ജേർണൽ എൻട്രി എടുക്കുക. നമ്മൾ ജേർണൽ എൻട്രിയിൽ ആദ്യം തന്നെ ഡെബിറ്റ് ഉള്ള അക്കൗണ്ട് എടുക്കുക. ആ അക്കൗണ്ട് ഡെബിറ്റുള്ള അക്കൗണ്ട് എന്താ? പർച്ചേസസ്. അപ്പോൾ ഇതാണ് പർച്ചേസസ് അല്ലേ? ഇനി അവിടെ എന്ത് ചെയ്യുന്നു? താഴെയായിട്ട് എടുക്കുക ക്രെഡിറ്റ്. അതെന്താ പറഞ്ഞിട്ടുള്ളത്? ടു ടോമി അക്കൗണ്ട്, ടു ടോമീസ് അക്കൗണ്ട്.
ടു ടോമീസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ പർച്ചേസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യാം? ടു ടോമീസ് അക്കൗണ്ട്. ടോമിയുടെ അക്കൗണ്ടിലേക്ക് എത്രയാണ്? 24,000. അതന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? പിന്നെ അത് എഴുതി കഴിഞ്ഞാൽ ആ പോസ്റ്റിംഗ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്രെഡിറ്റിലേക്ക് വരുന്നു. ക്രെഡിറ്റ് അക്കൗണ്ട് എന്താ? ടോമീസ് അക്കൗണ്ട്. അതെടുക്കുക. അതാണ് രണ്ടാമത്തെ അക്കൗണ്ട്. അവിടെ ബൈ, ഇവിടെ ബൈ എന്ന് എഴുതുന്നില്ല എന്നേ ഉള്ളൂ, അവിടെ ഉണ്ട് കേട്ടോ. ബൈ പർച്ചേസസ് അക്കൗണ്ട് എത്രയാണ്? 24,000. അപ്പോൾ ആദ്യത്തെ ജേണൽ എൻട്രി നമ്മൾ എഴുതി കഴിഞ്ഞു, ജേണലൈസ് ചെയ്തു, അത് പോസ്റ്റ് ചെയ്തു. അടുത്ത ഐറ്റം നോക്കുക, അടുത്ത ട്രാൻസാക്ഷൻ നോക്കുക. ജാനുവരി 14-നാണ്. അപ്പോൾ ഇനി ഡേറ്റ് മാത്രം എഴുതിയാൽ മതിയല്ലോ. ജാനുവരി 14-നാണ്. ട്രാൻസാക്ഷൻ ഇതാണ്. റിസീവ്ഡ് ക്യാഷ് ഓൺ സെയിൽസ്. റിസീവ്ഡ് ക്യാഷ് ഓൺ സെയിൽസ് എന്ന് പറഞ്ഞാൽ സെയിൽസ് റുപ്പീസ് 16,000 എന്ന് പറയുന്നതിനോട് തുല്യമാണ്. റിസീവ്ഡ് ക്യാഷ് ഓൺ സെയിൽസ് എന്ന് പറയേണ്ട ആ കാരണം തന്നെ സെയിൽസ് റുപ്പീസ് 16,000 എന്ന് വെറുതെ പറഞ്ഞാലും അതിൻ്റെ അർത്ഥം തന്നെയാണ് ക്യാഷ് സെയിൽ നടത്തി പണം കിട്ടിയെന്നാണ്, അല്ലേ? അപ്പോൾ റിസീവ്ഡ് ക്യാഷ് ഫ്രം സെയിൽസ് അല്ലെങ്കിൽ ക്യാഷ് ഓൺ സെയിൽസ് എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് അക്കൗണ്ടുകളെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന് ക്യാഷും മറ്റൊന്ന് എന്താണ്? സെയിൽസ് എന്ന് പറയുന്നത് എന്താ? ഗുഡ്സാണ്, അല്ലേ? രണ്ടും അസറ്റാണ്, റിയൽ അക്കൗണ്ടിൽ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ റൂൾ എന്താ? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, അല്ലേ? അപ്പോൾ എന്താണ് വരുന്നത്? വരുന്നതായിട്ട് എന്താ? ക്യാഷാണ്. ക്യാഷിനെ ഡെബിറ്റ് ചെയ്യാം. എങ്ങനെ ക്യാഷ് വരണേ? ഗുഡ്സ് വിൽക്കുമ്പോൾ, സെയിൽസ് നടത്തുമ്പോൾ ക്യാഷ് കിട്ടുന്നു. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? 16,000, 16,000. ടു എന്ത് നടത്തിയിട്ടാണ്? ടു സെയിൽസ് അക്കൗണ്ട് ബീയിങ് ക്യാഷ് സെയിൽസ് മെയ്ഡ്. അങ്ങനെ എഴുതിയാൽ മതി. നരേഷൻ ഇവിടെ ക്രെഡിറ്റ് കോളത്തിൽ 16,000. അപ്പോൾ പോസ്റ്റിംഗ് കഴിഞ്ഞു. പോസ്റ്റിങ്ങിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ തന്നു. ഇനി ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോവാണ്. പോസ്റ്റിംഗ് എന്നല്ല, ഇത് ജേണലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ തന്നു. ഇനി ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോവാണ്. പോസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം എന്താ പറഞ്ഞിട്ടുള്ളത്? ആദ്യം ഡെബിറ്റ് സൈഡിൽ അക്കൗണ്ട് എടുക്കുക, ക്യാഷ് അക്കൗണ്ട്. ഇതാണ് ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിൽ ടു സെയിൽസ്, അല്ലേ? അപ്പോൾ 14/1/2019 അവിടെ എന്താണ്? ടു സെയിൽസ് എത്രയാണ്? 16,000, 16,000. ഇനി ക്രെഡിറ്റ് ആയിട്ട് എടുക്കുക. സെയിൽസ് ആണ്, സെയിൽസ് അക്കൗണ്ടാണ് തൊട്ട് താഴെ വരച്ച് വെച്ചിട്ടുള്ളത്. സെയിൽസിൽ എന്ത് ചെയ്യണം? ബൈ ക്യാഷ്, അല്ലേ? അപ്പോൾ ഇവിടെ 14/1 ബൈ ക്യാഷ് എത്രയാണ് എമൗണ്ട്? 16,000. അപ്പോൾ പോസ്റ്റിംഗ് കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തത് 21-നാണ്. 21-ന് അപ്പോൾ നമ്മളിവിടെ 21-ാം തീയതി 21-നുള്ള ട്രാൻസാക്ഷൻ പെയ്ഡ് ക്യാഷ് ടു ടോമി ₹7,000. ടോമിക്ക് ക്യാഷ് കൊടുത്തു. അപ്പോൾ ഇതിൽ രണ്ട് എഫക്റ്റഡ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒന്ന് ടോമിയും മറ്റൊന്ന് ക്യാഷാണ്. ടോമി എന്ന് പറയുന്നത് പേഴ്സണൽ അക്കൗണ്ടാണ്. അവിടെ നമ്മൾ എന്താ പറഞ്ഞത്? ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. ഇവിടെ ടോമിക്ക് ക്യാഷ് കൊടുക്കുമ്പോൾ ടോമിയാണ് റിസീവർ, കിട്ടുന്ന ആളെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? ടോമീസ് അക്കൗണ്ട് ഡെറ്റർ. ടോമീസ് അക്കൗണ്ട് ഡെറ്റർ എത്ര രൂപയാണ്? 7,000, അല്ലേ? ഇനി എന്താ പറഞ്ഞിട്ടുള്ള അടുത്ത എഫക്റ്റഡ് അക്കൗണ്ട് എന്താ? ക്യാഷാണ്. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് അക്കൗണ്ടാണ്, റിയൽ അക്കൗണ്ടാണ്. റിയൽ അക്കൗണ്ട് ആകുമ്പോൾ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ക്യാഷ് പോകുകയാണ്, പുറത്തേക്ക് പോകുകയാണ്, അപ്പോൾ ക്രെഡിറ്റ് ചെയ്യണം, അല്ലേ? ക്രെഡിറ്റിന് നമ്മൾ എങ്ങനെ എഴുതും? ടു എന്ന് പറഞ്ഞിട്ട് എഴുതും. ടു എന്ന് പ്രീഫിക്സ് ചെയ്തിട്ട് എഴുതും. ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് കോൾ എത്രയാണ്? 7,000. അതും ക്ലോസ് ചെയ്തു. ഇനി പോസ്റ്റ് ചെയ്യണം. പോസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം എന്താ? ഡെബിറ്റ് അക്കൗണ്ട് ഏതാ? ടോമിയാണ്. ടോമീസ് അക്കൗണ്ട് എടുക്കുക, അവിടെ ടു ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ നമ്മളിവിടെ 21/1 ടു എന്താ പറഞ്ഞിട്ടുള്ളത്? ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് എത്രയാണ്? 7,000.
7000. ഇനി ക്യാഷ് അക്കൗണ്ട് എടുക്കുക. ക്യാഷ് അക്കൗണ്ട് എവിടെയാണ്? അവിടെ ബൈ ടോമീസ് അക്കൗണ്ട് അല്ലേ? 21/1 ബൈ ടോമീസ് അക്കൗണ്ട് എത്രയാണ്? 7,000. അപ്പോൾ ഇതിൻ്റെ പോസ്റ്റിങ്ങും കഴിഞ്ഞു. ഇപ്പോൾ ഏറെക്കുറെ കുട്ടികൾക്ക് പോസ്റ്റിംഗ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തത് 21 കഴിഞ്ഞാൽ 25. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ടോമി ₹4,000. 4,000 രൂപയുടെ ഗുഡ്സ് പർച്ചേസ് ചെയ്തു. അവിടെ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ടോമി എന്ന് പറയുമ്പോൾ ഗുഡ്സും ടോമിയാണ് രണ്ട് എഫക്റ്റഡ് അക്കൗണ്ട്. ഗുഡ്സ് എഫക്റ്റഡ് അക്കൗണ്ട് ആവാൻ കാരണം എന്താ? പർച്ചേസ് ആണ് പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ ഗുഡ്സ് ആണ് അല്ലേ? ഒന്ന് ഗുഡ്സും ഒന്ന് ടോമി. അപ്പോൾ ഗുഡ്സിൻ്റെ അസറ്റിൻ്റെ റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താണ്? ഡെബിറ്റും ക്രെഡിറ്റിൻ്റെയും ഡെബിറ്റ് വാട്ട് കംസ് ഇൻ അല്ലേ? ഗുഡ്സ് വാങ്ങുമ്പോൾ എന്താണ് വരുന്നത്? ഗുഡ്സാണ് വരുന്നത് അല്ലേ? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ 25-ാം തീയതിയാണ്. അപ്പോൾ 25-ാം തീയതി നമ്മൾ എഴുതി എന്താണ് വരുന്നത് അതിനെ ഡെബിറ്റ് ചെയ്യുക. പർച്ചേസ് ആണ്. അപ്പോൾ പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ. പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ എത്ര രൂപയാണ്? 4,000. 4,000. ടു ടോമിയാണ്. ടോമി എന്ന് പറയുന്നത് പേഴ്സണൽ അക്കൗണ്ടാണ്. എന്താണ്? ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. ഗിവറാണ് ടോമിയാണ് ഗിവർ. അപ്പോൾ ടോമീനെ എന്ത് ചെയ്യുക? ടു ടോമീസ് അക്കൗണ്ട് എത്രയാണ്? 4,000. ദെൻ ടോമിയുടെ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ദെൻ എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്തു. ഇനി പോസ്റ്റിംഗ് നടത്തുക. പോസ്റ്റിംഗ് നടത്തുമ്പോൾ പർച്ചേസസ് എന്നുള്ള ഡെബിറ്റ് അക്കൗണ്ട് ആദ്യം എടുക്കുക. എവിടെയാണ് പർച്ചേസ്? ആദ്യത്തെ അക്കൗണ്ട്. അതിൽ ടു ടോമീസ് അക്കൗണ്ട്. അപ്പോൾ 25/1 അല്ലേ? വീണ്ടും ടു ടോമീസ് അക്കൗണ്ട്. ടോമീസ് അക്കൗണ്ട് എത്രയാണ്? 4,000. 4,000. ഇനി ടോമിയുടെ അക്കൗണ്ട് എടുക്കുക. ടോമിയുടെ അക്കൗണ്ട് ഇട്ടാണ് അല്ലേ? അവിടെ ബൈ പർച്ചേസസ് 25-ാം തീയതി 25/1 ബൈ പർച്ചേസസ് എത്രയാണ്? 4,000. 4,000. അടുത്തത് 25-ാം തീയതി കഴിഞ്ഞാൽ 30-ാം തീയതി പെയ്ഡ് ക്യാഷ് ടു ടോമി ₹8,000. അപ്പോൾ ഇവിടെ പെയ്ഡ് ക്യാഷ് ടു ടോമി എന്ന് പറയുമ്പോൾ രണ്ട് എഫക്റ്റഡ് അക്കൗണ്ടാണ്. ഒന്ന് ക്യാഷും ഒന്ന് ടോമി. ക്യാഷിൻ്റെ എന്താണ്? റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താ? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ക്യാഷ് ഇവിടെ പോവാണ്, അപ്പോൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ? അടുത്തത് ടോമിയാണ്. ടോമി പേഴ്സണൽ അക്കൗണ്ടിൻ്റെ ഭാഗമാണ്. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താ? ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. ടോമിയാണ് റിസീവർ, അപ്പോൾ ടോമിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ടോമീസ് അക്കൗണ്ട് ഡെറ്റർ. ടോമീസ് അക്കൗണ്ട് ഡെറ്റർ എത്ര രൂപയാണ്? ടോമിയുടെ അക്കൗണ്ട് പെയ്ഡ് ക്യാഷ് ടു ടോമി 8,000. 8,000. 8,000 രൂപയാണ് ഇപ്പോൾ ടോമിക്ക് കൊടുത്തിട്ടുള്ളത്. ടു എന്തായിട്ടാണ് കൊടുത്തത്? ടു ക്യാഷ്. ക്യാഷ് റിയൽ അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് ചെയ്യണം. പോവുകയാണ്, ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്, ക്രെഡിറ്റ് ചെയ്യണം. ഇനി ഇത് പോസ്റ്റ് ചെയ്യണം. ആദ്യം ഡെബിറ്റ് അക്കൗണ്ട് എടുക്കുക. എന്താ ഡെബിറ്റ് അക്കൗണ്ട്? ടോമീസ് അക്കൗണ്ട്. ടോമീസ് അക്കൗണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടോമീസ് അക്കൗണ്ട്. അതിലെന്ത് ചെയ്യണം? ടു ക്യാഷ് അല്ലേ? 30-ാം തീയതി 30/1 ടു ക്യാഷ് അക്കൗണ്ട് 8,000. ഇനി ക്യാഷ് അക്കൗണ്ട് എടുക്കുക. ക്യാഷ് അക്കൗണ്ടിൽ ബൈ ടോമീസ് അക്കൗണ്ട്. ഇതാണ് ക്യാഷ് അക്കൗണ്ട്. അവിടെ 30/1 എന്താണ്? ബൈ ടോമീസ് അക്കൗണ്ട് എത്രയാണ്? 8,000. അടുത്തത് 30-ാം തീയതി കഴിഞ്ഞാൽ 31-ാം തീയതി റിട്ടേൺഡ് ഗുഡ്സ് ടു ടോമി 2,000. ടോമിയുടെ നിന്ന് വാങ്ങിയ ഗുഡ്സ് റിട്ടേൺ ചെയ്തു എന്നാണ് പറയുന്നത് അല്ലേ? ഗുഡ്സ് റിട്ടേൺ ചെയ്താലും എന്താണ്? എന്ത് തന്നെയാണ്? ഗുഡ്സ് തന്നെയാണ്, അസറ്റ് തന്നെയാണ്. അപ്പോൾ അസറ്റ് റിയൽ അക്കൗണ്ടാണ്. റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താണ്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്.
പോകുന്നതിനെ ക്രെഡിറ്റ് ചെയ്യാം. അപ്പോൾ അത് സെയിൽസ് റിട്ടേൺ, പർച്ചേസ് റിട്ടേൺ ആണ്. ഗുഡ്സ് പർച്ചേസ് ചെയ്താണ് റിട്ടേൺ ചെയ്യുക. പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത് ക്രെഡിറ്റ് ആണ്. അല്ലെങ്കിൽ ഗുഡ്സ് റിട്ടേൺഡ് അക്കൗണ്ട്, അല്ലെങ്കിൽ പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ് ആണ്. ദെൻ ടോമിയാണ് അടുത്ത ആൾ. ടോമിക്കാണ് അടുത്ത എഫക്റ്റഡ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ടോമിയുടെ കേസിൽ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റോൾ എന്താ? ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ, അല്ലേ? റിസീവ് ചെയ്യുന്ന ആളെ നമുക്ക് റിസീവ് ചെയ്യുന്ന ഗുഡ്സ് റിസീവ് ചെയ്യുന്ന ആളെ നമുക്ക് ഡെബിറ്റ് ചെയ്യാം, അല്ലേ? അപ്പോൾ ടോമി ഈസ് അക്കൗണ്ട് ഡെറ്റർ. ടോമി ഈസ് അക്കൗണ്ട് ഡെറ്റർ 2000 2000 ടു ഗുഡ്സ് റിട്ടേൺ എന്നുള്ളത് നമുക്ക് എന്തായിട്ട് എഴുതാം? പർച്ചേസ് റിട്ടേൺസ് അക്കൗണ്ട്. പർച്ചേസ് റിട്ടേൺസ് അക്കൗണ്ട് 2000, അതും ക്ലോസ് ചെയ്തു. ഇനി എന്ത് ചെയ്യുന്നു? ടോമീസ് അക്കൗണ്ട് എടുക്കുക. ഡെബിറ്റ് ആദ്യം ടോമീസ് അക്കൗണ്ടാണ് ഡെബിറ്റ്. ആ ടോമീസ് അക്കൗണ്ട് എടുക്കുക. ഇവിടെയാണ് ടോമീസ് അക്കൗണ്ട്. അവിടെ ടു പർച്ചേസ് റിട്ടേൺ 31/1 ടു പർച്ചേസ് റിട്ടേൺ. പർച്ചേസ് റിട്ടേൺ എത്രയാ? 2000. ഇനി പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് എടുക്കുക. ഏറ്റവും താഴെ വരച്ച് വെച്ചിട്ടുണ്ട്. അവിടെ ബൈ ടോമീസ് അക്കൗണ്ട് 31/1 ബൈ ടോമീസ് അക്കൗണ്ട് എത്രയാ? 2000. അപ്പോൾ നമ്മുടെ പോസ്റ്റിംഗ് കഴിഞ്ഞു. പോസ്റ്റിംഗ് എല്ലാം തന്നെ കഴിഞ്ഞു. പോസ്റ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നടപടി എന്ന് പറയുന്നത് ആ വർഷം അവസാനം, ആ വർഷം അല്ലെങ്കിൽ ആ മാസം നമുക്കിപ്പോൾ ഇവിടെ ഒരു മാസത്തെ ജേർണൽ എൻട്രിയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു മാസം, ആ മാസം അവസാനം അത് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പോസ്റ്റിംഗ് കഴിഞ്ഞ് ഒരു ക്വസ്റ്റ്യനിലെ പോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് അത് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ബാലൻസിങ് എങ്ങനെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാലൻസിങ് ചെയ്യുന്നതിന് ഒറ്റ കാര്യമുള്ളൂ. ഏറ്റവും താഴെ എഴുതിയിട്ടുള്ളതിനൊരു ലൈൻ വിട്ട് വരയ്ക്കുക. അപ്പോൾ അത് ഡെബിറ്റ് ആയാലും ക്രെഡിറ്റ് ആയാലും അങ്ങനെ തന്നെ. ഏറ്റവും താഴെ എഴുതിയിട്ടുള്ള ഐറ്റത്തിനേക്കാൾ ഒരു ലൈൻ വിട്ട് രണ്ട് സൈഡ് ഈക്വലായിട്ട് വരയ്ക്കുക. എന്നിട്ട് ഏത് സൈഡാണ് കൂടുതലെന്ന് നോക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സൈഡ് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ കൂടുതലുള്ള സൈഡ്, ഞാനെപ്പോഴും എമൗണ്ട് ഉള്ള സൈഡ് എന്നല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ എമൗണ്ട് ഇവിടെ മാത്രമേ ഉള്ളൂ. ഒരു അക്കൗണ്ട് എങ്ങനെ ബാലൻസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും താഴെ എഴുതിയിട്ടുള്ള ഐറ്റം ഡെബിറ്റ് ആയിക്കോട്ടെ ക്രെഡിറ്റ് ആയിക്കോട്ടെ, അത് കഴിഞ്ഞ് ഒരു ലൈൻ കൂടി എഴുതാനുള്ള സ്പേസ് വിട്ടിട്ട് അത് താഴെ വരയ്ക്കുക, അണ്ടർലൈൻ ചെയ്യുക. അതും ഈക്വലായിട്ട് ഡെബിറ്റും ക്രെഡിറ്റും ഈക്വലായിട്ട് വരച്ച് വയ്ക്കുക. എന്നിട്ട് കൂടുതലുള്ള, എവിടെയാണ് എമൗണ്ട് കൂടുതലുള്ളത് അത് ടോട്ടൽ ചെയ്യുക. അപ്പോൾ ഇവിടെയാണ് കൂടുതൽ. അപ്പോൾ ഇവിടെ 28,000 ആണ്. അത് നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ ചെയ്തു. അതന്നെ പുറത്തേക്ക് എഴുതി. എന്നിട്ട് കുറവുള്ള സൈഡിലെ എമൗണ്ട് കൂട്ടിയിട്ട് ഇതിൽ നിന്ന് കുറയ്ക്കണം. ഇവിടെ ഇപ്പോൾ എമൗണ്ട് ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിവിടെ ബാലൻസ് ചെയ്തിട്ട് എഴുതാം. ഇതിനെയാണ് ബാലൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞിട്ടുള്ള ബാലൻസിങ്ങിനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു അക്കൗണ്ട് എടുക്കുക, അതിൽ ഏറ്റവും താഴെ എഴുതിയിട്ടുള്ള ഐറ്റം കഴിഞ്ഞ് ഒരു ഐറ്റം കൂടി എഴുതാനുള്ള സ്പേസ് വിട്ട് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഈക്വലായിട്ട് എമൗണ്ട് കോളം ക്ലോസ് ചെയ്യുക. എന്നിട്ട് കൂടുതലുള്ള സൈഡ് കൂട്ടുക, അതന്നെ അപ്പുറത്തേക്ക് എടുത്ത് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? കുറവുള്ള സൈഡിൽ ഇവിടെ ഇപ്പോൾ 1000 രൂപ ഉണ്ടെങ്കിൽ ഇവിടെ എത്ര വരിക? 27,000 ആണ് വരിക. ഇവിടെ ഒന്നുമില്ലാത്ത, ഇവിടെ 0 ആയതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്? അത് കുറച്ചപ്പോൾ അത് കുറയ്ക്കാനൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് 28,000 ആണ് ബാലൻസ് കിട്ടിയത്. ഇത് ചെയ്യുന്നത് ഈ മാസം അവസാനമായിരിക്കും. ജനുവരി 31 അല്ലെങ്കിൽ ഡിസംബർ എപ്പോഴാണ് ഇത് അവസാനിപ്പിക്കും. മിക്കവാറും ഇതിൽ ഇപ്പോൾ ഒരു മാസത്തെ ഡീറ്റെയിൽ ആയതുകൊണ്ട് ജനുവരി 31, 2019 നമ്മൾ എന്ത് ചെയ്യുന്നു? ബൈ ബാലൻസ് ക്യാരി ഡൗൺ. ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് നമ്മളത് ബാലൻസ് ചെയ്തു. ഇനി എന്ത് ചെയ്യുന്നു? ഫെബ്രുവരി 1 അടുത്ത മാസം, ഫെബ്രുവരി 1 ടു ബാലൻസ് ബ്രോഡ് ഡൗൺ, ഓപ്പണിംഗ് ബാലൻസ്.
എത്രയാണ്? 28. അപ്പോൾ ജനുവരിയിലെ പർച്ചേസ് എത്രയാണ്? 28,000 ആണ്. അത് ഫെബ്രുവരിയിലേക്ക് എന്ത് ചെയ്തു? ബ്രോ ഡൗൺ ചെയ്തു. ഈ പ്രോസസ്സ് ആ കൊല്ലം അവസാനിക്കണവരെങ്ങനെ തുടർന്നു പോകും. അപ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ പർച്ചേസസ് അക്കൗണ്ടിൻ്റെ ലെഡ്ജർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജനുവരിയിൽ എത്ര പർച്ചേസ് നടത്തി? 28,000. അത് ക്ലോസിംഗ് ബാലൻസ് ആയി. ഫെബ്രുവരിയിൽ എത്ര നടത്തി? ഫെബ്രുവരിയിലും ജനുവരിയിലും കൂടി എത്ര നടത്തി എന്നുള്ളത് അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നമ്മൾ ജേർണലൈസ് ചെയ്തു, അത് പോസ്റ്റ് ചെയ്തു, ബാലൻസ് ചെയ്തു, അതിൻ്റെ ബാലൻസിങ് ഫിഗർ അടുത്ത ദിവസത്തേക്ക് നമ്മൾ എടുത്തെഴുതി. ഇത്രയും പ്രോസസ്സിനെയാണ് ബാലൻസിങ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ജേർണൽ എൻട്രി ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നതിനെയാണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത അക്കൗണ്ട് ടോമീസ് അക്കൗണ്ട്. ടോമീസ് അക്കൗണ്ട് ഇതുപോലെ ലാസ്റ്റ് എഴുതിയിട്ടുള്ള ഐറ്റം 2000 ആണ്. അത് വിട്ട് ഒരു ലൈൻ കൂടി നമ്മൾ ഒരു ഐറ്റം കൂടി എഴുതാനുള്ള സ്പേസ് കഴിഞ്ഞ് ഈക്വലായിട്ട് വരച്ചു. ഇനി എന്ത് ചെയ്യുക? കൂടുതലുള്ള സൈഡ് കൂട്ടുക. കൂടുതലുള്ള സൈഡ് എന്ന് പറയുന്നത് അവിടെയാണ് കൂടുതൽ. എന്താ കാരണം? ഇവിടെ 8, 2, 10, 7, 17 ഉള്ളൂ. കുറേ ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് ബുക്കിൽ അല്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ കൂട്ടിയിട്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ റഫായിട്ട് ആൻസർ പേപ്പറിൽ എഴുതിയൊക്കെ ചെയ്യാം കേട്ടോ. ഇവിടെ ഇപ്പോൾ നമുക്ക് ചെറിയ എമൗണ്ട് ആയതുകൊണ്ടാണ് ആ സൈഡാണ് കൂടുതൽ. അപ്പോൾ 24, 4, 28 ഇവിടെ വരുന്നത്. $28,000. ആ ടോട്ടൽ തന്നെ ഞാൻ ഇങ്ങോട്ട് എഴുതി 28,000. ഡബിൾ ലൈൻ ചെയ്യണം, ഞാനവിടെ സിംഗിൾ ലൈൻ ചെയ്തു മാത്രം. ഇനി എന്ത് ചെയ്യണം? എവിടെയാണ് കുറവ്? ഇവിടെയാണ് കുറവ്. കുറവുള്ള സൈഡിലെ എമൗണ്ട് കൂട്ടിയിട്ട് ഇവിടെ ഒന്ന് കുറയ്ക്കണം. ഇപ്പോൾ ഇവിടെ 8, 2, 10, 7, 17 അല്ലേ? 17, 3, 20. അപ്പോൾ 11,000 റുപ്പീസാണ് ഇവിടെ ബാലൻസ് വരുന്നത്. ആ ബാലൻസിങ് ഫിഗർ ഇവിടെ എഴുതുക 11,000. എന്നിട്ട് എന്ത് ചെയ്യുക? 31 ജാനുവരി, ഇവിടെ 31 റിട്ടേൺ വന്നിട്ടുള്ളത്. അവിടെ എന്ത് ചെയ്യുക? ടു ബാലൻസ് ക്ലോസിംഗ് ബാലൻസ് നമ്മൾ എന്ത് ചെയ്യും? ടു ബാലൻസ് ക്യാരി ഡൗൺ C/D. ഇതാണ് ക്ലോസിംഗ് ബാലൻസ് C/D അല്ലേ? ക്ലോസിംഗ് ബാലൻസ് C/D. അത് തന്നെ ഫെബ്രുവരി 1-ാം തീയതി ടു ബാലൻസ് ബ്രോഡ് ഡൗൺ. ഓപ്പണിംഗ് ബാലൻസ് ബ്രോഡ് ഡൗണും ക്ലോസിംഗ് ബാലൻസ് ക്യാരി ഡൗൺ. എത്രയാണ് ഇവിടെ? 11,000. അപ്പോൾ ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് 28,000 രൂപയുടെ 28,000 റുപ്പീസിൻ്റെ പർച്ചേസ് നമ്മൾ നടത്തി. അതിൽ 15,000 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്തു? കൊടുത്തു, ക്യാഷായിട്ട് കൊടുത്തു. 2,000 റുപ്പീസിൻ്റെ ഗുഡ്സ് റിട്ടേൺ ചെയ്തു. ഇനി അത് കഴിഞ്ഞ് ബാക്കി എത്ര കൊടുക്കാനുണ്ട്? 11,000 റുപ്പീസ് കൊടുക്കാനുണ്ട്. മനസ്സിലായല്ലോ? 11,000 രൂപ കൊടുക്കാണ്ട് അത് ഫെബ്രുവരി 1 നമ്മൾ മാറ്റി, ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ഇട്ടു. അടുത്ത അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ടാണ്. ക്യാഷ് അക്കൗണ്ട് ആയതുകൊണ്ട് വലിയ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. ഇതേപോലൊക്കെ തന്നെ ഏറ്റവും താഴെയുള്ള ഐറ്റം 8,000 ആണ്. 8,000 കഴിഞ്ഞ് ഒരു ഐറ്റം കൂടി എഴുതാനുള്ള സ്പേസ് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? രണ്ട് സൈഡും ഈക്വലായിട്ട് വരച്ചു. ഒറ്റ നോട്ടത്തിൽ ഇവിടെയാണ് കൂടുതൽ അല്ലേ? ഒറ്റ നോട്ടത്തിൽ ഈ സൈഡാണ് കൂടുതൽ. അപ്പോൾ എന്ത് ചെയ്തു? ഈ സൈഡ് കൂട്ടി. ക്ലോസ് ചെയ്തു. അപ്പുറത്തേക്ക് എഴുതി വെച്ചു 16,000. ക്ലോസ് ചെയ്തു. ഇനി ബാലൻസ് ചെയ്തു. ബാലൻസ് ചെയ്യുക എങ്ങനെയാണ്? ഈ സൈഡിലുള്ള കൂട്ടിയിട്ട് ഇതിൽ നിന്ന് കുറച്ചു. അപ്പോൾ എത്രയാണ് വരിക? 15,000 രൂപയാണ് ഇവിടെ ടോട്ടൽ. അത് ഇതിൽ നിന്ന് കുറച്ചു. അപ്പോൾ 1,000 റുപ്പീസ് 1000 ബൈ ബാലൻസ് എന്താണ്? ക്ലോസിംഗ് ബാലൻസ് ആയതുകൊണ്ട് ക്യാരി ഡൗൺ. ഫെബ്രുവരി, അപ്പോൾ ഇത് 31 ആണ്. ഫെബ്രുവരി 1-ാം തീയതി ടു ബാലൻസ് ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ എന്ത് ചെയ്യും? ബ്രോഡ് ഡൗൺ. എത്രയാണ്? 1,000. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 16,000 രൂപ നമുക്ക് കിട്ടി, സെയിൽസിലൂടെ കിട്ടി. അതിൽ നിന്ന് 15,000 രൂപ നമ്മൾ ടോമിക്ക് കൊടുത്തു, 15,000 അല്ലേ? ബാക്കി എത്ര രൂപ നമ്മുടെ കൈവശമുണ്ട്? ജനുവരിയിൽ 1000 രൂപയുണ്ട്. അത് ഫെബ്രുവരി 1-ാം തീയതി നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടുണ്ട്.
മനസ്സിലായല്ലോ? ഞാൻ ഒന്നുകൂടി പറയാം. സെയിൽസ്, ക്യാഷ് സെയിൽസിലൂടെ നമുക്ക് 16,000 റുപ്പീസ് കിട്ടി. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ടോമിക്ക് ഒരു 7,000 21-ാം തീയതിയും ഒരു 8,000 30th കൊടുത്തു. അപ്പോൾ 8ഉം 7ഉം 15,000 രൂപ പേ ചെയ്തു. 16-ൽ നിന്ന് 15 പോയ ബാക്കി 1,000 രൂപ ജനുവരി 31-ാം തീയതി നമ്മുടെ കയ്യിൽ ക്ലോസിംഗ് ബാലൻസ് ആയിട്ടുണ്ട്. അത് ഫെബ്രുവരി 1-ാം തീയതി ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വന്നു. അടുത്തത് സെയിൽസ് അക്കൗണ്ടാണ്. സെയിൽസ് അക്കൗണ്ടിൽ ഒരൈറ്റേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല. പതിവ് പോലെ തന്നെ എവിടെയാണ് ഐറ്റം എഴുതിയിട്ട് അത് കഴിഞ്ഞ് ഒരു ഐറ്റം എഴുതാനുള്ള സ്പേസ് വിട്ടു. 2 സൈഡും ഈക്വലായിട്ട് വരച്ചു. ഈ സൈഡ് കൂട്ടി, അതായത് കൂടുതലുള്ള സൈഡ് കൂട്ടി ക്ലോസ് ചെയ്തു. അതന്നെ അടുത്ത സൈഡിൽ എഴുതി ബാലൻസ് ചെയ്തു. ആ ബാലൻസ് ചെയ്തത് എന്നാണ്? 31/1 2019 31/1 എന്താണ്? ടു ക്ലോസിംഗ് ബാലൻസ് ആണ് അല്ലേ? ടു ബാലൻസ് ക്യാരി ഡൗൺ. അത് തന്നെ ഫെബ്രുവരി 1-ാം തീയതി ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ എത്രയാണ്? 16,000. സെയിൽസ് ആ മാസം അവസാനിക്കുമ്പോൾ 16,000 രൂപയാണ് സെയിൽസിൻ്റെ അക്കൗണ്ടിലുള്ളൂ. അത് നമ്മൾ എന്ത് ചെയ്തു? അത് അടുത്ത മാസത്തേക്ക്, ഇത് മന്ത്ലി ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ, അടുത്ത മാസത്തേക്ക് അത് ബ്രോഡ് ഓൺ ചെയ്ത് വെച്ചു. അടുത്ത പർച്ചേസ് റിട്ടേൺ ആണ് അല്ലേ? പർച്ചേസ് റിട്ടേണും ഇതുപോലെ തന്നെ, വേറെ മാറ്റമൊന്നുമില്ല. ഒരു ലൈൻ ഏറ്റവും താഴെ എഴുതിയിട്ടുള്ള ഐറ്റം കഴിഞ്ഞ് ഒരു ലൈൻ ഇറക്കി 2 സൈഡ് ഈക്വലായിട്ട് വരച്ചു. എവിടെയാണ് കൂടുതലുള്ള അവിടെ കൂട്ടി ക്ലോസ് ചെയ്തു. അടുത്ത സ്ഥലത്തേക്ക് എഴുതി. അവിടെയുള്ള ഐറ്റത്തിൽ നിന്ന് അത് കുറച്ചു. ഇവിടെ 0 ആയതുകൊണ്ട് മുഴുവൻ എഴുതി. 31/1 ടു ബാലൻസ്, ഇത് ക്ലോസിംഗ് ബാലൻസ് ആണ് അല്ലേ? ക്യാരി ഡൗൺ. അതന്നെ നമ്മൾ ഫെബ്രുവരി 1-ാം തീയതി ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ എത്രയാണ്? 2,000. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ജേർണലൈസ് ചെയ്തു, പോസ്റ്റ് ചെയ്തു, ബാലൻസ് ചെയ്തു, ബാലൻസ് എഴുതി കേട്ടോ. അപ്പോൾ ഇത് ഒരു ഫുൾ ഫ്ലഡ്ജഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പറയാം. ഇതിങ്ങനെ തന്നെ ഓരോ ജേർണൽ എൻട്രി എഴുതി പോസ്റ്റിംഗ് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വളരെ ചെറുതാക്കി ബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികളത് അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാലോ, ടെക്സ്റ്റിൽ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പോസ്റ്റിംഗ് എങ്ങനെ നടത്തണമെന്നും അതിൻ്റെ ബാലൻസിങ് എങ്ങനെ നടത്തണമെന്നും കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. അല്ലെങ്കിൽ ആദ്യം ജേർണലൈസ് ചെയ്ത് പിന്നെ നമുക്ക് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ടുള്ള ബോർഡ് കിട്ടും. മനസ്സിലായോ? അത് ഇങ്ങനെ ഒഴിവാക്കി ഇങ്ങനെ ചെയ്തതിൻ്റെ കാരണം അതാണ്. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇത് +1 നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. +2 ഒക്കെ ആയപ്പോഴേക്കും അക്കൗണ്ട് ജേർണൽ എൻട്രി ചെയ്താൽ തന്നെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ നന്നായിട്ട് മിടുക്കന്മാരായിട്ട് ചെയ്തിരുന്നതായിരിക്കും. പക്ഷേ എങ്കിലും ഒന്ന് ബ്രഷപ്പ് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. പഠിച്ച ഈ ഹെഡ്, അതായത് ജേർണലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യൽ. അപ്പോൾ ഇന്ന് ലെഡ്ജർ എന്താണെന്ന് പഠിച്ചു, നമ്മൾ പോസ്റ്റിംഗ് പഠിച്ചു. ഇന്ന് പഠിച്ചതൊക്കെ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ശ്രദ്ധിച്ച് കുട്ടികൾ എന്ത് ചെയ്യുക, അത് പഠിക്കുക. നിങ്ങൾക്കറിയാവുന്നതാണ് എന്ന് വിചാരിച്ച് ശ്രദ്ധിക്കാതെ ഇരിക്കരുത്. അറിയാവുന്നതാണെന്ന് വിചാരിച്ച് വളരെ സില്ലിയായിട്ട് വിട്ടുകളയരുത്. നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ച് പഠിക്കണം. ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്.